ഉക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 25 മരണം. ഡോൺസെക്, ഖർക്കിവ്, ഒഡേസ എന്നിവിടങ്ങളിൽ ആക്രമണം വ്യാപകമായി. ആക്രമണത്തെ പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അപലപിച്ചു. ഉക്രൈനിൽ റഷ്യ 2 ദിവസമായി നടത്തിയ ആക്രമണത്തിൽ മരണം 25ആയി. ഡോൺസെക്കിൽ മാത്രം 11 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ഖർക്കിവ്, ഒഡേസ എന്നിവിടങ്ങളിലും വ്യാപകമായ ആക്രമണം നടന്നു. ആക്രമണത്തെ പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അപലപിച്ചു. ഉക്രൈന് സൈനിക സഹായം നിർത്തലാക്കിയതിന് പിന്നാലെ വൻതോതിലാണ് റഷ്യ ആക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ ആഴ്ച ഉക്രൈനുമായി ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് അമേരിക്ക. സൗദി അറേബ്യയിൽ ചർച്ചകൾ നടക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഉക്രൈന് സൈനിക സഹായം നൽകാൻ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറായതിന് പിന്നാലെയാണ് ചർച്ചകൾക്ക് ട്രംപ് അനുമതി നൽകിയത്. സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശനത്തോടെ നിലച്ചുപോയ ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചത് പ്രതീക്ഷ നൽകുന്നതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിവരങ്ങളുമായി ഐസൻ ജോസ്. ഐസൻ, ഉക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 25-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണോ? സുരേഷ്, ആക്രമണം ഇപ്പോൾ അതിശക്തമായി ഏതാണ്ട് അവസാനിച്ച മട്ടാണ് നിലവിൽ യുക്രൈനിലുള്ള ഈ റഷ്യൻ ആക്രമണം നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങളെല്ലാം വരേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ തർക്കപ്രവിശ്യയായ ഡോൺസെക്കിൽ നിന്ന് തന്നെയാണ് ശക്തമായൊരു പ്രതികരണം. അവിടെ നിന്ന് തന്നെയാണ് ഈ ശക്തമായ യുദ്ധം ആരംഭിക്കുകയും ചെയ്തത്. അവിടെ മാത്രം 12ഓളം പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന. അത്തരത്തിൽ മരണങ്ങൾ അവിടെ തുടർച്ചയായി സംഭവിക്കുന്നു ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ. ആ പ്രദേശങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ് റഷ്യയുടെ നിയന്ത്രണം, റഷ്യയുടെ വിധേയത്വമുള്ള റഷ്യൻ എത്നിക് ഒറിജിൻ, അതായത് റഷ്യയുടെ പൗരാണിക സ്വഭാവമുള്ള ജനത താമസിക്കുന്ന പ്രദേശങ്ങളാണത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാര്യമായ ഒരു ഇടപെടൽ റഷ്യ നടത്തുകയും ആ റഷ്യ നടത്തുന്നതിന് കാരണമായത് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുന്ന യുക്രൈൻ ഈ രണ്ട് പ്രവിശ്യകളെയും ശക്തമായ പ്രതികാര നടപടികൾക്ക് വിധേയമാക്കുമെന്ന ഒരു ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിലുണ്ടായ വീഴ്ച തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഡോൺസെക്കിലെയും അതുപോലെ തന്നെ മറ്റു പ്രവിശ്യകളിലെയും മറ്റൊരു പ്രവിശ്യയിലുമുള്ള ഈ പ്രശ്നം സങ്കീർണമായി തുടരാതെ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു. അതിനിടയിലാണ് വീണ്ടും യുക്രൈനെ നേരെ റഷ്യയുടെ ആക്രമണം നടന്നത്. നമുക്കറിയാവുന്നതാണ്, യുക്രൈനെ സൈനിക സഹായവും ഇന്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകുന്നത് അമേരിക്ക നിർത്തിവെച്ചതോടുകൂടി യുദ്ധക്ഷമതയിൽ വളരെയധികം പിന്നോക്കം പോയ ഒരു സാഹചര്യമാണ് യുക്രൈൻ ഉണ്ടായത്. ഈ ഒരു സാഹചര്യം മുതലെടുത്താണ് റഷ്യ ആക്രമണം നടത്തുന്നത്. അത്തരത്തിലൊരു ആക്രമണത്തിന് അനുവദിക്കില്ല, ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. അതായത് ട്രംപിന്റെ പ്രഖ്യാപനം ഉപരോധവും അധിക താരിഫും ഉൾപ്പെടുത്തുമെന്ന ആ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ വിഷയം ഏത് രീതിയിൽ പര്യവസാനിക്കുമെന്ന് അറിയാൻ ഇനിയും ഒരാഴ്ചയിലേറെ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിൽ മറ്റ് തുടർ ചർച്ചകൾ, യുക്രൈനിൽ സമാധാന പുനഃസ്ഥാപനത്തിനുള്ള തുടർ ചർച്ചകൾ നടക്കുമെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.